പത്തനംതിട്ട കലഞ്ഞൂർ പഞ്ചായത്തിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ പ്രതിഷേധക്കാർ തടഞ്ഞു. 4 ജീവനക്കാരാണ് ജോലിക്കെത്തിയത്. റിനു ശ്രീധർ പത്തനംതിട്ടയിൽ കലഞ്ഞൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിനു, ഈ കലഞ്ഞൂർ പഞ്ചായത്തിൽ ജോലിക്കെത്തിയിട്ടുള്ള ജീവനക്കാരെ സമരക്കാർ കെട്ടിടത്തിനകത്തേക്ക് കടക്കാൻ പോലും കടക്കാൻ പോലും അനുവദിച്ചില്ലേ? അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ പ്രതികരണം? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പത്തനംതിട്ട ജില്ലയിലും ഹർത്താൽ പൂർണ്ണമെന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ നിന്ന് ലഭിക്കുന്ന ഒരു അനിഷ്ട സംഭവം എന്ന് പറയുന്നത് കലഞ്ഞൂർ പഞ്ചായത്തിലെ സംഭവമാണ്. രാവിലെ 10 മണിയോടുകൂടി സാധാരണ ഓഫീസ് ടൈമിൽ ഈ ഉദ്യോഗസ്ഥർ 4 ക്ലറിക്കൽ പോസ്റ്റുള്ള ജീവനക്കാരാണ് പഞ്ചായത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ, സമരാനുകൂലികൾ ഇവരെ പഞ്ചായത്തിനകത്തേക്ക് കടത്തിവിടാൻ വേണ്ടി ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അനുവദിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ തങ്ങൾക്ക് ജോലി ചെയ്യണം, ഹാജർ ബുക്കിൽ ഒപ്പിടണം, തങ്ങൾ ജോലിയുമായി മുന്നോട്ട് പോകും എന്നുള്ള ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. തുടർന്ന് ചെറിയ തോതിലുള്ള വാക്കേറ്റമൊക്കെ തന്നെ കലഞ്ഞൂർ പഞ്ചായത്തിന് മുന്നിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് മേലുദ്യോഗസ്ഥരെയൊക്കെ തന്നെ ഇവർ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. തങ്ങൾക്ക് ജോലി ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഈ കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ 4 ജീവനക്കാർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ സമര അനുകൂല പ്രവർത്തകർ ഒരു തരത്തിൽ ഇവരെ അതിനകത്തേക്ക് കടത്തിവിടാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പോലീസും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥർക്ക് അകത്ത് കയറി ഒപ്പിടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് അങ്ങോട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ളത്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ അവശ്യ സർവീസുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടന ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശബരിമല തീർത്ഥാടകരെയും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. പൊതുവെ പത്തനംതിട്ട ജില്ല പരിശോധിക്കുകയാണെങ്കിൽ സമാധാനപരമായി തന്നെയാണ് ഈ പണിമുടക്ക്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. കലഞ്ഞൂർ പഞ്ചായത്തിലാണ് ജോലിക്കെത്തിയ ജീവനക്കാരെ സമരക്കാർ അകത്ത് കടക്കാൻ സമ്മതിക്കാതിരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ റിനു നൽകി. അതല്ലെങ്കിൽ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ പൊതുവെ സമാധാനപരമായിട്ടാണ് ഈ പണിമുടക്ക് പുരോഗമിക്കുന്നത് എന്നാണ് റിനു നൽകുന്ന വിവരങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.